ഈ പൂജയിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടിയാൽ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ സൽപുത്ര സൗഭാഗ്യമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്കും നേർച്ച ചെയ്യണം. കുട്ടി, നിയോഗമുള്ളവർക്ക് മാത്രമേ അവിടെ ചെന്നെത്താൻ പറ്റൂ. ഒരുപാട് ദുർഘടങ്ങളുള്ള സ്ഥലമാണ്. പ്രതിസന്ധികൾ പലതും തരണം ചെയ്യേണ്ടി വരും. എന്തായാലും ഇവര് പോകുന്നുണ്ടല്ലോ, അവിടെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവര് നേരിടേണ്ടി വരില്ലേ? അതിന്റെ കൂടെ ഞാനും പോയിക്കോളാം. പൂജ നടത്തിയത് ഇവർക്ക് വേണ്ടിയല്ലേ മോളെ? അത് സാരില്ല, ഈ വീട്ടിൽ വെച്ച് തന്നെയല്ലേ പൂജ നടത്തിയത്. അപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കുമല്ലോ. ഇവർക്ക് മാത്രം ആ പൂജയുടെ ഗുണം ലഭിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നത് സ്വാർത്ഥതയല്ലേ അച്ഛാ? കുട്ടി, പ്രശ്നവിധിയിൽ ഇവർക്കവിടെ പൂജ ചെയ്യണമെന്ന് കണ്ടതുകൊണ്ടാണ് ഇവരോട് അവിടെ പോയി നേർച്ച നടത്താൻ പറഞ്ഞത്. കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേക പൂജയും പ്രശ്നവിധിയും ഒക്കെ നോക്കേണ്ടതുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇവരുടെ കൂടെ തന്നെ പോയിട്ട് വന്നോളാം. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. അങ്ങനെ നോക്കിയാ ആദ്യം കുഞ്ഞുണ്ടാവാനുള്ള നേർച്ചകൾ നടത്തേണ്ടത് എനിക്കല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അങ്ങനെ അർച്ചനയ്ക്ക് മാത്രമായി വഴിപാട് നേർച്ചകൾ നടത്തുന്നത് ശരിയല്ലല്ലോ. അവന്തികെ, ഈ പൂജ അലങ്കോലപ്പെടുത്താനാണോ നിന്റെ ഉദ്ദേശം? അമ്മേ, വേണ്ട, എടുത്തി പറയട്ടെ. ഇനി പറയാനൊന്നുമില്ല. ഈ വീട്ടിലങ്ങനെ നിനക്ക് മാത്രമായിട്ടൊരു പ്രാധാന്യമൊന്നുമില്ലല്ലോ. ഒരു പൂജ നടത്തുമ്പോ അത് എല്ലാവർക്കും കൂടെ വേണ്ടിയാവണം. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. തിരുമേനി,